മിഡിൽ ഈസ്റ്റിലെ ആഗോള യുദ്ധ പ്രതിസന്ധിക്ക് താൽക്കാലിക ശമനമുണ്ടാകുന്നു എന്ന തരത്തിലുള്ള നിർണായക റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വൈറ്റ് ഹൗസിൽ നിന്നും പുറത്തുവരുന്നത്. ഇറാനും അമേരിക്കയും തമ്മിൽ സമാധാന കരാർ ഒപ്പിടുന്നതിന്റെ തൊട്ടടുത്താണ് എന്നും വീണ്ടും അവകാശപ്പെട്ടുകൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയിട്ടുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ശത്രുതയെ അവസാനിപ്പിച്ചുകൊണ്ട് ഒരു ചരിത്രപരമായ സമാധാന കരാർ ഒപ്പിടുന്നതിന്റെ തൊട്ടടുത്താണ് എന്നത് കടുപ്പമേറിയ അവകാശവാദവുമായാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രഖ്യാപിച്ചിരുന്ന താൽക്കാലിക വെടിനിർത്തൽ കരാറുകൾ പരസ്പരം ലംഘിക്കുകയും ഇരുപക്ഷത്തു നിന്നും കടുത്ത മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ പ്രഹരങ്ങളും ഉണ്ടാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ നാടകീയ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് എന്നത് ലോകരാജ്യങ്ങളെ ഒന്നടങ്കം അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. ഇറാനുമേൽ US സൈന്യം നടത്താനിരുന്ന അതിശക്തമായ പുതിയ മിസൈൽ ആക്രമണങ്ങളും വ്യോമാക്രമണങ്ങളും താൻ വ്യക്തിപരമായി ഇടപെട്ട് റദ്ദാക്കിയതായും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ സമാധാന കരാർ തൊട്ടടുത്ത ആഴ്ചയിൽ തന്നെ ഒപ്പിടുമെന്നുമാണ് ട്രംപ് ഇപ്പോൾ വീരവാദം മുഴക്കിയിരിക്കുന്നത്. എന്നാൽ തങ്ങളുടെ തനത് നയതന്ത്ര ശൈലി മുൻനിർത്തി ട്രംപിന്റെ ഈ ആവേശകരമായ പ്രസ്താവനയെ പാടിത്തള്ളിക്കളയാനാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ഈ നിമിഷത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുമായുള്ള സമാധാന കരാറിന്റെ കാര്യത്തിൽ ഇതുവരെ ഒരു അന്തിമ തീരുമാനത്തിലും എത്തിയിട്ടില്ല എന്നും ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്, ഏകദേശം ഒരു ധാരണയിലായിട്ടുണ്ട് എന്നതല്ലാതെ പൂർണ്ണമായ ഒരു ധാരണയിലെത്താൻ ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് എന്നുമാണ് ടെഹ്റാനിൽ നിന്നുമുള്ള ഔദ്യോഗിക പ്രതികരണം വ്യക്തമാക്കുന്നത്. ഇന്ന് രാത്രി ഇറാനുമേൽ ശക്തമായ ആക്രമണം നടത്തും. ഇറാന്റെ നാവികസേന, വ്യോമസേന, റഡാർ സംവിധാനങ്ങൾ തകർക്കും. ഗാർഗ് ദ്വീപ് അടക്കം ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുമെന്നും വെനസ്വേലയെ പോലെ അവരുടെ എണ്ണവാതക വിപണികളുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുമെന്നും ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ പ്രഖ്യാപനം എന്നതാണ് ശ്രദ്ധേയം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ തുടക്കം മുതൽ ഇറാന്റെ തീരത്ത് ഒരു പ്രധാന എണ്ണ ടെർമിനൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപായ ഗാർഗ് ദ്വീപ് പിടിച്ചെടുക്കുമെന്ന് ട്രംപ് ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു. സമാധാന കരാറിലെത്താനുള്ള ചർച്ചകളിൽ പുരോഗതിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഇറാനെ വീണ്ടും ആക്രമിക്കുമെന്ന് ട്രംപ് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ബലപ്രയോഗത്തിലൂടെ കരാറിൽ എത്തിച്ചേരാനാവില്ല എന്ന UNലെ അമീദ് സയ്യിദ് ഇർവാനി പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഈ മനംമാറ്റമെല്ലാം ഉണ്ടായിരിക്കുന്നത് എന്നതും ശ്രദ്ധേയം തന്നെയാണ്. അതേസമയം അമേരിക്കൻ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചെന്ന് ഇറാൻ അറിയിച്ചിട്ടുമുണ്ടായിരുന്നു. കടലിടുക്കു കടക്കാൻ ശ്രമിച്ച 2 കപ്പലുകൾ ആക്രമിച്ചെന്നും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അവകാശപ്പെടുന്നുണ്ടായിരുന്നു. അമേരിക്കയുടെ ഭീഷണികൾക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നിലനിൽക്കുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസിഷ്കിയാൻ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ട്രംപിന്റെ ഈ പുതിയ വെളിപാട്. അമേരിക്കയിൽ വരാൻ പോകുന്ന അതിനിർണായകമായ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഇത്രയും ധൃതി പിടിച്ച ഒരു രാഷ്ട്രീയ നീക്കത്തിന് മുതിരുന്നത് എന്ന യാഥാർത്ഥ്യം ആഗോള രാഷ്ട്രീയ നിരീക്ഷകർ ഒന്നടങ്കം അടിവരയിട്ട് വ്യക്തമാക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ താൻ മുൻകൈയെടുത്ത വലിയൊരു യുദ്ധം അവസാനിപ്പിച്ചുവെന്നും ലോകത്തെ ഏറ്റവും സങ്കീർണമായ മിഡിൽ ഈസ്റ്റ് പ്രതിസന്ധിയെ താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ കൃത്യമായി കൊണ്ടെത്തിച്ചുവെന്നും അമേരിക്കൻ ജനതയ്ക്ക് മുന്നിൽ പ്രഖ്യാപിച്ചുകൊണ്ട് അടുത്ത തവണയും ഇലക്ഷൻ ജയിച്ചു കയറാനുള്ള ട്രംപിന്റെ പക്ക രാഷ്ട്രീയ അജണ്ടയാണ് ഈ പ്രഖ്യാപനങ്ങൾക്ക് പിന്നിലുള്ളത്. അമേരിക്കൻ വോട്ടർമാർക്കിടയിൽ യുദ്ധവിരുദ്ധ വികാരം ശക്തമായി നിലകൊള്ളുന്ന ഈ സാഹചര്യത്തിൽ മറ്റൊരു വലിയ സൈനിക അധിനിവേശത്തിലേക്ക് അമേരിക്കൻ സൈന്യത്തെ തള്ളിവിട്ടാൽ അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തനിക്ക് വൻ തിരിച്ചടിയാകുമെന്ന് ട്രംപിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് ഒരേ സമയം ഇറാനെതിരെ മാരകമായ ബോംബാക്രമണങ്ങൾക്ക് ഉത്തരവിട്ടുകൊണ്ട് ഭീതി സൃഷ്ടിക്കുകയും തൊട്ടടുത്ത നിമിഷത്തിൽ അത് റദ്ദാക്കിയെന്ന് അവകാശപ്പെട്ട് താനൊരു വലിയ സമാധാന ദൂതനാണ് എന്ന് വരുത്തി തീർക്കാൻ ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തന്റെ ഈ ഡീൽ മേക്കിംഗ് തന്ത്രത്തിലൂടെ അമേരിക്കയിലെ സമാധാന കക്ഷികളായ വോട്ടർമാരുടെ കോർപ്പറേറ്റ് ലോകത്തിന്റെയും പിന്തുണ ഒരേ സമയം ഉറപ്പാക്കുകയാണ് ട്രംപിന്റെ ഗൂഢലക്ഷ്യം. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിലിരുന്ന് നടത്തുന്ന തെരഞ്ഞെടുപ്പ് നാടകങ്ങൾക്കും സമ്മർദ്ദ തന്ത്രങ്ങൾക്കും മുന്നിൽ തങ്ങളുടെ പരമാധികാരം പണയം വെക്കാൻ സൗകര്യമില്ല എന്നാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ടെഹ്റാനിൽ നിന്നും പുറത്തുവരുന്ന സന്ദേശങ്ങൾ വ്യക്തമാക്കുന്നതും ഇതുതന്നെയാണ്. സാമ്രാജ്യത്വ ശക്തികളുടെ ഒരു തരത്തിലുമുള്ള അതിമോഹങ്ങൾക്കും ഭീഷണികൾക്കും മുന്നിലും തലകുനിച്ചു കൊടുക്കില്ല എന്ന ഉറച്ച നിലപാടുള്ള നട്ടെല്ലുള്ള ഒരു ജനതയാണ് തങ്ങളെന്ന് ഇറാൻ ഒരിക്കൽ കൂടി ലോകത്തിനു മുന്നിൽ തെളിയിച്ചിരിക്കുന്നു. വരാനിരിക്കുന്ന അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടാനും സ്വന്തം രാഷ്ട്രീയ പ്രതിച്ഛായയുടെ തിളക്കം വർദ്ധിപ്പിക്കാനും വേണ്ടി മാത്രം ട്രംപ് ധൃതി പിടിച്ചു നടത്തുന്ന സമാധാന പ്രഖ്യാപനങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയാൻ ഇറാനെ പ്രേരിപ്പിക്കുന്നത് ഈ ആത്മാഭിമാനം തന്നെയാണ്. പെട്ടെന്നൊരു ദിവസം ആക്രമണം റദ്ദാക്കി എന്ന് പറയുകയും തൊട്ടടുത്തയാഴ്ച കരാർ ഒപ്പിടുമെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന ട്രംപിന്റെ തന്ത്രങ്ങൾ
വെറും ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമെന്നാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന് കൃത്യമായ ബോധ്യമുള്ളത്. പതിറ്റാണ്ടുകളായി തങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിച്ച കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളെയും സൈനിക ഭീഷണികളെയും അതിജീവിച്ച ചരിത്രമാണ് ഇവിടുത്തെ ജനങ്ങൾക്കുള്ളത്. വാഷിംഗ്ടണിൽ നിന്നുള്ള ഭീഷണികൾക്ക് മുന്നിൽ ഭയന്നോടിയ ചരിത്രം ഇറാന്റെ ഡയറിയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിച്ച് രാജ്യം നടത്തുന്ന തദ്ദേശീയമായ ശാസ്ത്ര മുന്നേറ്റങ്ങളെയും പ്രതിരോധ ശേഷിയെയും അടിച്ചമർത്താമെന്ന് പാശ്ചാത്യ ശക്തികളുടെ വെറും അതിമോഹം മാത്രമാണിത്. രേഖാമൂലമുള്ള കൃത്യമായ സുരക്ഷാ ഉറപ്പുകളോ സാമ്പത്തിക ഉപരോധങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യുമെന്ന പ്രഖ്യാപനങ്ങളോ ഇല്ലാതെ കേവലം ട്രംപിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളെ വിശ്വസിച്ച് ഒരു കരാറിനും ഇറാൻ മുതിരില്ല. ബാഹ്യശക്തികളുടെ സൈനിക ബലത്തിനു മുന്നിലോ മാധ്യമ സമ്മർദ്ദങ്ങൾക്ക് മുന്നിലോ വിറച്ചു നിൽക്കുന്ന രാജ്യമല്ല ഇതെന്നും സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരവും ജനങ്ങളുടെ ആത്മാഭിമാനവും സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാനും മടിക്കാത്ത ഭരണകൂടമാണ് ഇറാനിലുള്ളത് എന്നും ഈ ശക്തമായ നിലപാടിലൂടെ വീണ്ടും വീണ്ടും വ്യക്തമാകുന്നു. എന്നാൽ തന്നെ പതിവ് മാധ്യമ ശൈലിക്ക് വിപരീതമായി സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ അതീവ രഹസ്യ നീക്കങ്ങൾ ലോകത്തെ അറിയിച്ചിരിക്കുന്നത്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പരമോന്നത നേതൃത്വവുമായി അമേരിക്കൻ നയതന്ത്ര പ്രതിനിധികൾ നേരിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടെന്നും ഈ സമാധാന ചർച്ചകൾക്ക് ഇറാന്റെ ഉന്നത കൗൺസിൽ തത്വത്തിൽ അംഗീകാരം നൽകിയിട്ടുണ്ട് എന്നുമാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രസിഡന്റ് എന്ന തന്റെ പരമാധികാരം ഉപയോഗിച്ച് ഇന്ന് വൈകുന്നേരം ഇറാന്റെ തന്ത്രപരമായ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി അമേരിക്കൻ വ്യോമസേനയും നാവികസേനയും നടത്താനിരുന്ന മാരകമായ ബോംബാക്രമണങ്ങളും വ്യോമാക്രമണങ്ങളും താൻ റദ്ദാക്കുകയായിരുന്നുവെന്നും ട്രംപ് പരസ്യമായി സമ്മതിച്ചിട്ടുണ്ട്. ഇറാനുമായി ഒരു ശാശ്വത സമാധാന കരാറിലെത്താൻ വൈറ്റ് ഹൗസിന് കഴിഞ്ഞ ഏറെ നാളുകളായി കഠിന ശ്രമത്തിൽ ആയിരുന്നുവെന്ന യാഥാർത്ഥ്യം ഇതിലൂടെ പുറത്തു വരികയാണ്. ഒരു കരാർ പൂർണ്ണമായും യാഥാർത്ഥ്യമാകുന്നതിന് മുൻപ് തന്നെ അത് തന്നെ ഉടൻ ഉണ്ടാകുമെന്ന് താൻ മിഡിൽ ഈസ്റ്റിൽ സമാധാനം കൊണ്ടുവരുമെന്നും ഡസൻ കണക്കിന് തവണ ട്രംപ് ഇതിനു മുൻപും അവകാശപ്പെട്ടിട്ടുള്ളതിനാൽ ഈ പുതിയ സാഹചര്യത്തിലൊന്നും വലിയ വില ഇപ്പോൾ വിദഗ്ധർ നൽകുന്നില്ല. എന്നാൽ പ്രതിരോധ വിദഗ്ധർ അങ്ങേയറ്റം ജാഗ്രതയോടെയാണ് ട്രംപിന്റെ ഈ പുതിയ വെളിപ്പെടുത്തലിനെ വിശകലനം ചെയ്യുന്നത്. അടുത്തയാഴ്ചയോടെ മിഡിൽ ഈസ്റ്റിലെ പതിറ്റാണ്ടുകൾ നീണ്ട യുദ്ധാന്തരീക്ഷം അവസാനിപ്പിക്കാൻ തനിക്ക് കഴിയുമെന്ന് ട്രംപ് ഉറപ്പിച്ചു പറയുമ്പോൾ പാശ്ചാത്യ ശക്തികളുടെ വാക്കുകളെ പൂർണ്ണമായും വിശ്വസിക്കാൻ ഇറാൻ ഭരണകൂടം ഇപ്പോഴും തയ്യാറായിട്ടില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ ഭരണകൂടം മുൻപ് തങ്ങളുമായി ഒപ്പുവെച്ച അന്താരാഷ്ട്ര ആണവ കരാറായ JCPOA ഏകപക്ഷീയമായി റദ്ദാക്കിയ ചരിത്രം അവരുടെ മുന്നിലുണ്ട്. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് 2018 അമേരിക്ക ഈ കരാറിൽ നിന്നും പിന്മാറുകയും ഇറാനുമേൽ ചരിത്രത്തിലെ ഏറ്റവും കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളെ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നത്. ആ കടുത്ത അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കൃത്യമായ സുരക്ഷാ ഉറപ്പുകളും സാമ്പത്തിക ഉപരോധങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യുമെന്നൊരു രേഖാമൂലമുള്ള പ്രഖ്യാപനവും ഇല്ലാതെ അമേരിക്കയുമായി ഒരു കരാറിനും ഇറാൻ ഇനി മുതിരില്ല. വാഷിംഗ്ടണിൽ നിന്നുള്ള സമ്മർദ്ദ തന്ത്രങ്ങളുടെ ഭാഗമായാണ് ട്രംപ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് എന്നാണ് ഇറാന്റെ വിദേശകാര്യ വക്താക്കൾ നൽകുന്ന സൂചന. പെട്ടെന്നൊരു ദിവസം ആക്രമണം റദ്ദാക്കി എന്ന് പറയുന്നതിന് പിന്നിൽ അമേരിക്കയുടെ ആഭ്യന്തര രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടാകാമെന്നും തങ്ങളെ പൂർണ്ണമായ ഒരു ധാരണയിലെത്തിക്കാൻ സൈനിക ഭീഷണി ഉയർത്തിയ ശേഷം സമാധാനത്തിന്റെ വഴി തുറക്കുന്ന ട്രംപിന്റെ സ്ഥിരം ഡീൽ മേക്കിംഗ് തന്ത്രമാണ് ഇത് എന്നും അന്താരാഷ്ട്ര നിരീക്ഷകർ വിശകലനം നടത്തുന്നുണ്ട്. എങ്കിലും അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ടുള്ള ഒരു യുദ്ധമുണ്ടായാൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുമെന്ന ഭീതി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ചർച്ചകൾ നടക്കുന്നു എന്ന വാർത്ത പോലും ലോക വിപണിക്കും ക്രൂഡ് ഓയിൽ മേഖലയ്ക്കും വലിയ ആശ്വാസമാണ് നൽകുന്നത്. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ വിദേശ നയങ്ങളും അന്താരാഷ്ട്ര യുദ്ധങ്ങളും എപ്പോഴും ഭരണപക്ഷത്തിന്റെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. വിദേശ മണ്ണിൽ അമേരിക്കൻ സൈനികരുടെ ജീവൻ പൊലിയുന്നതും കോടിക്കണക്കിന് ഡോളർ യുദ്ധത്തിനായി പാഴാക്കുന്നതും കാണാൻ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല. ഈ പൊതുവികാരത്തെ കൃത്യമായി ചൂഷണം ചെയ്യാനാണ് ട്രംപ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഭരണകാലത്തും താൻ പുതിയ യുദ്ധങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല എന്ന് അഭിമാനത്തോടെ പറഞ്ഞിരുന്ന ട്രംപ് ഇത്തവണ ആ പ്രതിച്ഛായ കാത്തുസൂക്ഷിക്കേണ്ടത് വൈറ്റ് ഹൗസിലേക്കുള്ള തന്റെ രണ്ടാം വരവിന് അത്യന്താപേക്ഷിതമാണ്. ഇറാനുമായി അടുത്ത ആഴ്ച തന്നെ കരാറിൽ ഒപ്പിടുമെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നതിലൂടെ താൻ അധികാരത്തിൽ എത്തിയാൽ ലോകത്ത് സമാധാനം ഉണ്ടാകുമെന്ന ശക്തമായ സന്ദേശമാണ് ട്രംപ് വോട്ടർമാർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം ഈ അവകാശവാദങ്ങളെ തള്ളിയതോടെ ട്രംപ് കാണിക്കുന്ന ഈ ധൃതി തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ് എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടുകയാണ്. പൂർണ്ണമായ ഒരു ധാരണയിൽ എത്തുന്നതിന് മുൻപ് തന്നെ കരാർ ഉടൻ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുന്നത് വോട്ടർമാരെ കബളിപ്പിക്കാനുള്ള നീക്കമാണ് എന്ന് രാഷ്ട്രീയ എതിരാളികൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും തന്റെ ഈ നയതന്ത്ര നാടകം വരാനിരിക്കുന്ന ഇലക്ഷനിൽ തനിക്ക് അനുകൂലമായ ഒരു വലിയ തരംഗം സൃഷ്ടിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് പോകുന്നത്. ഈ സമാധാന നീക്കങ്ങൾക്ക് പിന്നിൽ ഇസ്രായേലിന്റെയും മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെയും നിലപാടുകളും അങ്ങേയറ്റം പ്രസക്തമാണ്. ഇറാനുമായി അമേരിക്ക ഒരു കരാറിലെത്തുന്നത് ഇസ്രായേൽ ഒട്ടും താല്പര്യത്തോടെ അല്ല വീക്ഷിക്കുന്നത്.
ഇറാന്റെ ആണവ പദ്ധതികളെയും മിസൈൽ സാങ്കേതിക വിദ്യകളെയും പൂർണ്ണമായും തകർക്കാതെയുള്ള യാതൊരുവിധ സമാധാന കരാറും മിഡിൽ ഈസ്റ്റിൽ സുരക്ഷിതമല്ല എന്നാണ് ടെൽ അവീവിലെ ഔദ്യോഗിക നിലപാട്. ഇതിനിടയിലാണ് ട്രംപ് ഇറാന്റെ പരമോന്നത നേതൃത്വവുമായി നേരിട്ട് സംസാരിച്ചു എന്ന രീതിയിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ സൈന്യത്തിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണങ്ങൾക്ക് പകരമായി വലിയൊരു പ്രത്യാക്രമണത്തിന് പെന്റഗൺ തയ്യാറെടുക്കുന്ന സമയത്താണ് പ്രസിഡന്റിന്റെ ഈ അടിയന്തര ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. രണ്ട് ശക്തമായ ആണവ സൈനിക ശക്തികൾ തമ്മിലുള്ള ഈ വടംവലിയിൽ അടുത്തയാഴ്ച ഒരു സമാധാന ഉടമ്പടി ഒപ്പിടാൻ സാധിച്ചാൽ അത് ട്രംപിന്റെ നയതന്ത്ര ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായി മാറിയേക്കാം. എന്നാൽ ഇറാൻ തങ്ങളുടെ ആത്മാഭിമാനവും പരമാധികാരവും പണയം വെച്ചുകൊണ്ട് ഒരു കരാറിനും നിൽക്കില്ല എന്ന് ആവർത്തിക്കുമ്പോൾ വരും ദിവസങ്ങളിലെ ചർച്ചകൾ ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ ഭൗമ രാഷ്ട്രീയ ചലനങ്ങൾക്ക് കാരണമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല.